നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം കണ്ടല്ലോ. എന്ത് തോന്നുന്നു പ്രിയ സുഹൃത്തുക്കളെ? ബ്രസീലിന് ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ബ്രസീലിൻ്റെ കളി എങ്ങനെയുണ്ട്? ഒരു ക്വിക്ക് റിവ്യൂ ആണ്. വിശദമായിട്ട് നമ്മൾ വേറെ ചർച്ച ചെയ്യും. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമ്മൾ ഷിയാബ് സാറുമായിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള റിവ്യൂ വേറെ ഉണ്ടാകും. അതിലിപ്പോൾ ഒരു ക്വിക്ക് റിവ്യൂ, കളി കണ്ട പാടെയുള്ള നമുക്ക് തോന്നുന്ന തോന്നലുകളാണ് അവതരിപ്പിക്കുന്നത്. ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സും മറ്റുമൊക്കെ വെച്ച് വിശദമായിട്ടൊരു അനാലിസിസ് വേറെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പലരും ഈ കളി കഴിഞ്ഞിട്ട് അവരുടെ ടൈറ്റിലും മറ്റുമൊക്കെ കൊടുക്കുന്നത് കണ്ടു. ഡിസപ്പോയിൻറ്റിങ് ഡ്രോ, ബ്രസീലിൻ്റെ ഈ ഒരു റിസൾട്ട് നിരാശജനകമായിട്ടുള്ള സമനിലയാണ് എന്ന്. എനിക്ക് ആ അഭിപ്രായമില്ല. മൊറോക്കോ അത്ര മോശം ടീമാണെന്നാണോ നിങ്ങൾ കരുതിയത്? ഫിഫ റാങ്കിങ്ങിൽ 7ാമതാണ് മൊറോക്കോ, ബ്രസീൽ 6ാമതും. അപ്പോൾ പിന്നെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 10 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു കളിയേ ഉണ്ടായിരുന്നുള്ളൂ, അതിതാണ്. ഇനി ടോപ്പ് 10 ടീമുകൾ തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടുന്നില്ല. ചുരുക്കത്തിൽ ബ്രസീലിന് തുടക്കത്തിലെ ഒരു ബിഗ് ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ കാലിടറാതെ സമനില പിടിച്ചു എന്നുള്ളത് അത്ര മോശം ഒരു റിസൾട്ടല്ല. ഡിസപ്പോയിൻറ്റിങ് എന്ന് പറയാനില്ല, പക്ഷേ ചില നിരാശജനകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൂർണ്ണമായും ഡിസപ്പോയിൻറ്റിങ് ഒന്നുമല്ല. ആഞ്ചലോട്ടി ഒരു പക്ഷേ ഈ കളിയിൽ ഇത് തന്നെയായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. വിജയിക്കുകയാണെങ്കിൽ ഒരു ലോ സ്കോർ റിസൾട്ട്, അല്ലെങ്കിൽ സമനില, അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതായിരിക്കണം ശ്രമിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രസീലിയൻ ക്യാമ്പിൽ നിന്ന് വന്ന വിവരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് കോച്ച് ടീമിനെ ഇറക്കിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇഗോർ തിയാഗോയെ സ്റ്റാർട്ട് ചെയ്യിച്ചു. ഒരു ഏരിയ സ്ട്രൈക്കറെ വെച്ച് ബ്രസീൽ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിങ്ങർമാർ അദ്ദേഹത്തിന് വേണ്ടി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തും ക്രോസുകളൊക്കെ വരുമെന്നാണ്. പക്ഷെ ആകെ വന്നത് ഒരൊറ്റ അവസരമാണ്. അതാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കണക്ട് ചെയ്യാനും പറ്റിയില്ല, ഹെഡർ മിസ്സായിപ്പോയി. അതല്ലാതെ അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ വലത് വിങ് ബാക്കായിട്ട് ഇബാനസിനെ ഇറക്കി, ഇടത് വിങ് ബാക്കായിട്ട് ഡഗ്ലസ് സാന്റോസിനെ ഇറക്കി. അങ്ങനെ ഗ്ലോബോ ഒക്കെ ഈ ലൈനപ്പ് റിപ്പോർട്ട് ചെയ്തത് 3 സർപ്രൈസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അതുവരെ കോച്ച് ആഞ്ചലോട്ടി അങ്ങനെ ചെയ്യാത്ത ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്, അതായത് ട്രെയിനിങ്ങിലൊന്നും അത്രയധികം പരീക്ഷിക്കാത്ത മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ടീമിനെ ഇറക്കിയത്. അത് മൊറോക്കോയുടെ പ്രതീക്ഷകളെ തകിടം മറിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇഗോർ തിയാഗോയെ സ്റ്റാർട്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിലൊരു ടെസ്റ്റ്, അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തെ ഒരു ഏരിയ സ്ട്രൈക്കറെ വെച്ച് ബ്രസീൽ ഇറങ്ങുന്നു. ഇപ്പോൾ ബ്രസീലിൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഇബാനസ്, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്. മധ്യനിര നമ്മൾ പ്രതീക്ഷ തന്നെ കാസമിറോ, ബ്രൂണോ ഗുയിമാറസ്. പിന്നെ മുന്നേറ്റത്തിൽ ലൂക്കാസ് പക്കേറ്റ, റാഫിഞ്ഞ, വിനി ജൂനിയർ, ഇഗോർ തിയാഗോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കളി തുടങ്ങിയപ്പോൾ മൊറോക്കോ നിരന്തരം ആക്രമിക്കുകയായിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, തുടക്കത്തിൽ ബ്രസീലിനെ ബാക്ക് ഫുട്ടിലാക്കുക. അതായത് ഇസ്മായിൽ സൈബരി, എൽ ഖന്നോസ്, ഒനാഹി, ബ്രൈൻ ഡയസ്, പിന്നെ വിങ്ങുകളിലൂടെ അഷ്റഫ് ഹക്കീമി, ഇങ്ങനെയുള്ളവർ, മസ്റോയി, ഇങ്ങനെയുള്ളവരൊക്കെ കയറി വരുന്ന രൂപത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. ബ്രസീൽ നല്ല സമ്മർദ്ദം കൊടുത്തു തുടക്കത്തിൽ. അതേസമയം ഒരു അവസരം, കിടിലൻ ഒരു ക്രോസ് ഇഗോർ തിയാഗോയിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിന് അത് ഹെഡ് ചെയ്തത് ടൈമിങ് കറക്റ്റായില്ല, കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റില്ല. കളി ഒരു 10-13 മിനിറ്റ് ഉള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ബ്രസീൽ ടീമിൻ്റെ ഡിഫൻസിനെ പ്രസ് ചെയ്യുന്നത് തുടരുകയായിരുന്നു മൊറോക്കോ. അതിനൊടുവിലാണത് സംഭവിക്കുന്നത്. ഇബ്രാഹിമിൻ്റെ കിടിലനൊരു ബോള്, ആ ബോള് ഇസ്മായിൽ സൈബരി ബോളിലേക്ക് വരുമ്പോൾ 2 ഭാഗത്തുനിന്ന് ഇങ്ങനെ ഡിഫൻഡർമാർ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആലിസൺ അപകടം മണത്തു. അവിടെ ഗോൾ ലൈനിൽ നിൽക്കാതെ ആ സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് കയറി. അത് അപകടമാണെന്ന് സൈബരിക്കും അറിയാം. സൈബരി ബോള് പതുക്കെ അങ്ങ് പൊക്കിയെടുത്ത് ഇട്ട് കൊടുത്തു വലയിലേക്ക്. ആലിസനെ മറികടന്നുകൊണ്ട് പന്തങ്ങ് വലയിലേക്ക് ഒഴുകി അങ്ങ് പോയി. 1-0 സൂപ്പർ വേൾഡ് ക്ലാസ് ഫിനിഷ്. ബ്രസീലിൻ്റെ ആരാധകരെ നെഞ്ചത്ത് കൈവച്ചു പോയ നിമിഷമാണെന്ന്. പിന്നാലെ ഡ്രിങ്ക്സ് ബ്രേക്ക് വന്നു. കളി പുനരാരംഭിക്കുമ്പോൾ ആഞ്ചലോട്ടിയുടെ ടിപ്സൊക്കെ കിട്ടി ബ്രസീൽ അങ്ങ് തിരികെ വരുന്ന കരുതി. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇത് തന്നെ അവസ്ഥ. ബ്രസീലിന് 2-3 പാസുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ ബോൾ മിസ്സാവുന്നു, മിസ് പാസുകൾ വരുന്നു, ഡിസ്പോസസ്ഡ് ആവുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. ആ നിമിഷത്തിലാണ് വിനിയുടെ മാജിക് വരുന്നത്. വിനിയുടെ മാജിക് ഇതാണ്
വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഔട്ട് ഓഫ് നത്തിങ് അവർ ചിലത് ക്രിയേറ്റ് ചെയ്യും. വിനി അതാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ബ്രൂണോ ഗുയിമാരസിന് അദ്ദേഹം ബോളൊന്ന് കൊടുത്തു. എന്നിട്ട് ബ്രൂണോ തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഇടത് പാർശ്വത്തിലൂടെ തന്നെ ആ ബോൾ എടുത്തിട്ട് ബോക്സിലാണുള്ളത്. അവിടെ ഡിഫൻഡേഴ്സ് ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ആ മൂലയിലേക്ക് തുളച്ചങ്ങടിക്കുന്ന പോലെ അടിച്ചം കയറ്റി 1-1 സമനില. പിന്നെ കളി മുന്നോട്ട് പോകുമ്പോൾ ബ്രസീൽ പതുക്കെ കളി പിടിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഒക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് കാസമിറോക്കും ഇബാനസിനും യെല്ലോ കാർഡ് കിട്ടി. അങ്ങനെ അവസാന നിമിഷങ്ങളിലൊക്കെ അതിപകുതിയുടെ അവസാന നിമിഷങ്ങൾക്ക് ബ്രസീൽ ലീഡ് എടുക്കാമായിരുന്നു. എടുത്തിരുന്നെങ്കിൽ കളി മാറുകയും ചെയ്യുന്നതിന്. പക്വറ്റെ കിട്ടിയ അവസരം അതൊരു വളരെ ഡിഫിക്കൽട്ട് ആംഗിളാണ്. പക്ഷെ അദ്ദേഹം അത് കണക്ട് ചെയ്തു. യാസിൻ ബോനോ അത് ഡൈവ് ചെയ്ത് തടയുകയും ചെയ്തു. മത്സരം 1-1 സമനിലയിൽ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതിയുടെ ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിലുള്ള ഒരു പെർഫോമൻസും ബ്രസീലിൻ്റെ മധ്യനിരയിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ശരി. പത്തറ്റിക് പെർഫോമൻസ് ആയിരുന്നു മധ്യനിരയിൽ. കാസമിറോയും ബ്രൂണോ ഗുയിമാരസും ലൂക്കാസ് പക്വറ്റയും ഒക്കെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. റാഫിഞ്ഞ ആണെങ്കിലോ, റാഫിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മികവും ആദ്യ പകുതിയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ അദ്ദേഹത്തെ പോലൊരു താരത്തിൽ നിന്ന് ഇതല്ല ബ്രസീൽ പ്രതീക്ഷിക്കുന്നത്. വിനിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ആവറേജായി നിന്നു. പക്ഷേ ആ ഒരു കിടിലൻ ഗോളിലൂടെ അദ്ദേഹം തൻ്റെ പ്രതിഭ എന്താണെന്ന് കാണിച്ചു. അതാണ് ഒരു ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് പ്ലെയറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇഗോർ തിയാഗോ അദ്ദേഹത്തിന് കിട്ടിയ അവസരം മുതലെടുക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തെ മാത്രം നമ്മളിങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയ സ്ട്രൈക്കറാണ്. അദ്ദേഹത്തിലേക്ക് കൃത്യമായി ബോൾ എത്തിച്ചു കൊടുത്താൽ അദ്ദേഹം ഫിനിഷ് ചെയ്യും. ഒറ്റ ചാൻസ് മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്കേപ്പ് ഗോട്ടാക്കുന്നതിൽ അർത്ഥമില്ല. വീണ്ടും അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. വിംഗേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി അവസരം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മധ്യത്തിലൂടെയും ബോൾ വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ മൂവ്മെൻറ്റ് വേണമെങ്കിൽ എൻട്രിക്കിനെ പോലുള്ള ഒരു താരത്തെയാണ് കൊണ്ടുവരേണ്ടിയിരുന്നത്. കളി പുരോഗമിക്കുമ്പോൾ ആഞ്ചലോട്ടി അത് ചെയ്യുന്ന കരുതിയത്. പക്ഷേ ആഞ്ചലോട്ടി അതല്ല ചെയ്തത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഏതായാലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് ആഞ്ചലോട്ടി യെല്ലോ കാർഡ് കിട്ടിയ 2 താരങ്ങളെയും പിൻവലിക്കുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ കാസമിറോ പോകുന്നു, റോജർ ഇബാനസ് പോകുന്നു. പകരം ഡാനിലോയും ഫാബിഞ്ഞോയും വരുന്നു. കളി ബ്രസീൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ മൊറോക്കോ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കട്ടയായിട്ട് തന്നെ നിൽക്കുകയാണ്. ടു ടോ എന്ന രൂപത്തിൽ അവർ ഡിറ്റർമൈൻഡ് ആയിരുന്നു. കളി തോൽക്കാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ. ഹക്കീമിയൊക്കെ ശരിക്കും അദ്ദേഹത്തിൻ്റെ വിങ്ങിൽ നന്നായിട്ട് പോരാടുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂർ പിന്നിടുന്ന സമയത്ത് പക്വറ്റയെ അതുപോലെ ഇഗോർ തിയാഗോ എന്നിവരെ പിൻവലിച്ച് ലൂയിസ് എൻട്രിക്കയും മാത്യൂസ് കുഞ്ഞയെ ഇറക്കുന്ന ആ കുഞ്ഞയെ ഇറക്കിയ തീരുമാനം. കാരണം ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ പിൻവലിച്ചിട്ട് ഇപ്പോൾ ഫേക്ക് സ്ട്രൈക്കർ എന്ന് അങ്ങനെ ഒരു പ്രയോഗം ഇപ്പോൾ പുതിയ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഫേക്ക് സ്ട്രൈക്കർ അത്രത്തോളം ശരിയാണെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു പ്രോപ്പർ നമ്പർ 9 അല്ലാത്ത മാത്യൂസ് കുഞ്ഞയെ ഇറക്കിയത് ശരിയായോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നുള്ളൊരു നിരീക്ഷണമാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ ഈ ആദ്യ നിമിഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻട്രിക്ക് വരണമായിരുന്നു എന്ന് പറയുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. കാരണം ഇഗോർ തിയാഗോക്ക് 2 വിങ്ങേഴ്സും കൂടി പല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ പ്രതീക്ഷ. ആകെ ഒറ്റ ഒരു അവസരമാണ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ കുഞ്ഞ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ കുഞ്ഞക്ക് മുമ്പ് എൻട്രിക്ക് എത്തിയിരുന്നെങ്കിൽ പ്രോപ്പർ ഒരു ഫിനിഷിങ്ങും നടക്കുമായിരുന്നു ബോൾ കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഗോർ തിയാഗോയേക്കാൾ മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കുഞ്ഞയാണ് വന്നത്. പിന്നീട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് യാസിൻ ബോനോക്ക് പരിക്ക് പറ്റുന്നതും അത് വെച്ച് പിന്നെ 10 മിനിറ്റ് എക്സ്ട്രാ ടൈം വരുന്നതും, എക്സ്ട്രാ ടൈം അല്ല നമ്മുടെ ഇഞ്ചുറി ടൈം വരുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ കളി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇഞ്ചുറി ടൈമിലൊക്കെ വിന്നിങ് ഒരു എറിജൊന്നും നമ്മൾക്ക് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മൊറോക്കോ ചില ശ്രമങ്ങൾ നടത്തി. അവസാനത്തെ ആ ഷോട്ട്, ഹക്കീമിയുടെ ഷോട്ട്, ആലിസൺ ബക്കർ, അത് വൈഡായിരുന്നു ശരിക്കും. പക്ഷേ ആലിസൺ ബക്കർ ഒരു ചാൻസ് എടുക്കേണ്ട എന്ന് കരുതിയിട്ടാവണം അദ്ദേഹം അത് തടയാൻ പോയത് വിനയാകുമോ എന്ന് തോന്നി. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം അത് റിയാക്ട് ചെയ്ത് അതിൻ്റെ റീബൗണ്ട് പ്രശ്നമാകാത്ത രൂപത്തിൽ രക്ഷപ്പെടുത്തി എടുക്കുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കളി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചില സുപ്രധാന താരങ്ങൾ വേണ്ട വിധത്തിൽ കളിച്ചിട്ടില്ല. എസ്പെഷ്യലി മുന്നേറ്റ നിരയിലാണ് ആ ഒരു പ്രശ്നം നമുക്ക് കാണാനുള്ളത്. റാഫീഞ്ഞ ഇതല്ല ചെയ്യേണ്ടത്. റാഫീഞ്ഞയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ റാഫീഞ്ഞയുടെ പ്രകടനം പത്തറ്റിക് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യനിര അതുപോലെ തന്നെ വലിയ ഒരു മികവ് കാണിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രസീലിൻ്റെ മധ്യനിരയിൽ നിന്നും കൂടുതൽ കളികൾ വരേണ്ടതുണ്ട്.
അതേസമയം വിനി ടോപ്പ് ക്ലാസ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിലേക്ക് ബോൾ കൂടുതൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ബ്രസീലിന് ആവശ്യമാണെന്ന് തോന്നുന്നു. എസ്റ്റവായോയെ ശരിക്കും നമ്മൾ വലത് പാർശ്വത്തിൽ മിസ് ചെയ്തു. ഇന്ന് വലത് പാർശ്വം ശരിക്കും പത്തറ്റിക് ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒറ്റ കളി വെച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. 1-1 സമനില. മൊറോക്കോ മോശക്കാരല്ല. വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 10 ബ്രസീലിൻ്റെ തൊട്ടുപിന്നിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവരോട് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഹ്യൂജ് ഡിസപ്പോയിൻമെൻ്റ് അല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി വരുന്ന മത്സരങ്ങൾ ഹെയ്ത്തി, സ്കോട്ട്ലൻഡ് ടീമുകൾക്കെതിരെ ഗോൾ വർഷം നടത്തണം. കാരണം ഇനിയിപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണമെങ്കിൽ ഈ ഗോൾ ഡിഫറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പോൾ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.